മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യും എപ്പോഴാന്ന് വെച്ചാൽ സയൻസിനോട് ചോദിക്കുന്നത്. നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ നന്നായിട്ട് മനസ്സിലത് ആലോചിക്കുക, ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുക, ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് കൊടുത്തു തരും. കേൾക്കുമ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നുന്നുണ്ടല്ലേ? പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ആക്ഷൻ എടുക്കാതെ നിങ്ങളുടെ തോട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് റിയാലിറ്റിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് നോ സയന്റിഫിക് എവിഡൻസ് ഫോർ ദാറ്റ്. ഫിസിക്സ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, സൈക്കോളജി അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ന്യൂറോ സയൻസ് പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് ചിലർക്ക് വർക്ക് ചെയ്യണമല്ലോ, അവിടെ എന്താ സംഭവിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ഗോളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ, ഇവിടുത്തെ കേസിൽ മാനിഫെസ്റ്റേഷൻ, അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആഗ്രഹം നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിന് അതിന് റിലേറ്റബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നോട്ടീസ് ചെയ്യും. ഇങ്ങനെ നോട്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് പിന്നാലെ പോകാനും അതിന് ആഗ്രഹം സാധിക്കാനുള്ള സാധ്യത കൂടും. ഇതിനെ പറയുന്ന പേരാണ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അല്ലാതെ യൂണിവേഴ്സ് അല്ല. ഇനി ഇതുപോലെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും മാനിഫെസ്റ്റേഷൻ. ഇനി നടന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന് ശക്തി പോരാ, യു ഡിഡ്ന്റ് ബിലീവ് ഹാർഡ് ഇനഫ്. ഇതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലായില്ലേ? അതായത് സിസ്റ്റം ഒരിക്കലും തെറ്റില്ല, തെറ്റ് നിങ്ങൾക്കേ പറ്റുള്ളൂ. ഇതാണ് മാനിഫെസ്റ്റേഷൻ്റെ ട്രിക്ക്. പിന്നെ ഇതിന് ശേഷമാണ് ദ റിയൽ മാനിഫെസ്റ്റേഷൻ കിക്സ്. പെയ്ഡ് കോഴ്സസ്, പ്രൈവറ്റ് സെക്ഷൻസ്, സീക്രട്ട് ടെക്നിക്സ്, അങ്ങനെ വെറൈറ്റി പ്രാക്ടിക്സ്. മാനിഫെസ്റ്റേഷൻ റിയൽ ആണെങ്കിൽ ഇവരെന്തിനാ കോഴ്സ് വിറ്റ് പൈസ ഉണ്ടാക്കണത്? പൈസ വേണമെന്ന് മാനിഫെസ്റ്റ് ചെയ്താൽ പോരെ, ഇത് യൂണിവേഴ്സ് കൊണ്ടുവരില്ലേ ഗൈസ്? ഇനി റിയാലിറ്റി ചെക്ക്. ഈ സക്സസ് വരുന്നത് സ്കില്ല്, കൺസിസ്റ്റൻസി, എഫേർട്ട്, അതുപോലെ ടൈമിങ്ങും പ്രിവിലേജും വെച്ചാണ്. അല്ലാണ്ട് വൈബ്രേഷൻ അല്ല, അഫിമേഷൻ അല്ല, വിഷ്ഫുൾ ആയിട്ടുള്ള തോട്ട്സ് അല്ല. ഡ്രീംസിന് വർക്കാണ് വേണ്ടത്, അല്ലാതെ മാജിക് അല്ല. പിന്നെ ഹോപ്പ് പൈസ എടുത്ത് വാങ്ങരുതേ, അതിന് പകരം ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാം, സക്സസ് ആവും. ലോജിക് ആർക്കും വേണ്ട, എല്ലാവരും മാജിക്കിന്റെ പുറകെ. അതുകൊണ്ട് ഇവിടെ സയന്റിസ്റ്റിനേക്കാൾ സന്യാസിമാര് ഫേമസ്.